എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ 4 മണിക്ക് ബൈക്ക് എടുത്തുകൊണ്ട് ഒരു റൈഡ് അടിക്കാൻ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ലോക്കൽ ട്രിപ്പാണ്. രാവിലെ എന്തൊക്കെ പ്രാണി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നോക്കാൻ വേണ്ടി പോകുവാണ്. വഴിക്ക് എന്തൊക്കെ പ്രാണി കിട്ടുമെന്ന് നോക്കാം. ഇവിടെയെല്ലാം മാന് അങ്ങനത്തെ സാധനങ്ങൾ, കാട്ടുപ്രാണികൾ കൂടുതലുണ്ടാവും ഇവിടെ. പിന്നെ നോക്കാം എവിടെയൊക്കെ കിട്ടും, എന്തൊക്കെയുണ്ടെന്ന് ഞാൻ പറയാം. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പ്രാണികൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ രാവിലത്തെ റൈഡിന് കൂടുതൽ എനിക്ക് കിട്ടാറുണ്ട് മാനും പോത്തും, അങ്ങനത്തെ കാട്ടുപോത്ത്, പുലി, പിന്നെ കാട്ടുപൂച്ച, അങ്ങനത്തെ സാധനങ്ങളെല്ലാം കിട്ടാറുണ്ട്. ഇത് നമ്മുടെ ഇപ്പോൾ സിദ്ധാറാണ്, ഞാൻ താമസിക്കുന്ന സ്ഥലമാണ് സിദ്ധാർ, കുന്താവര സിദ്ധാര പറയും. ചെറിയ സിറ്റിയാണ്, വലുതൊന്നുമല്ല. ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ കൊല്ലൂർ റൂട്ടാണ്, കമർശ്ശേരി ആ റൂട്ട് ആണ്. ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ കമർശ്ശേരി പോകും. നേരെ പോയിട്ടുണ്ടെങ്കിൽ തീർത്ഥഹಳ್ಳಿ, മാസ്തികಟ್ಟೆ, സാഗര, ಶಿವಮೊಗ್ಗ ആ റോഡാണ്. ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ಹೊಸಂಗಡಿ റോഡാണ്. ಹೊಸಂಗಡಿ റോഡ് കഴിഞ്ഞ് മാസ്തികಟ್ಟೆ ആ റോഡ്. ഇവിടെ എന്താ കാട്ടുപ്രാണികൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നോക്കാം ഏത് കാട്ടുപ്രാണികളാണ് കിട്ടുന്നത് നോക്കാം. ഇവിടെ എന്തോണ്ട് കണ്ട മാത്രമേ ഉണ്ടാവും. ഓ, പന്നി 1 2 അല്ലല്ലോ, ഒത്തിരി ഉണ്ട്. ഇവിടെ വരണോ? അവിടുന്ന് ഭാഗ്യത്തിന് നോക്കിയത് കൊണ്ടായി, ഇല്ലെങ്കിൽ കൊണ്ടുപോയി ഇടിച്ചേനെ. എല്ലാം അപ്പുറത്തെ സൈഡിൽ പോയത് കൊണ്ട് നല്ലതായി. ബാക്കിയുണ്ടോ? ഇല്ല, ഇവിടെ ഒന്നുമില്ല. ഇത് മൊത്തം വേസ്റ്റ് ഇട്ട കാരണമാണ് ഇവിടെ ഉണ്ടാകാൻ പന്നിയാണ്. രാത്രിക്ക് മെല്ലെ പോയില്ലെങ്കിൽ ഭയങ്കര കഷ്ടം തന്നെ. പിന്നെ ഇങ്ങനത്തെ വലിയ വലിയ കുഴി എല്ലാം ഉണ്ടെങ്കിൽ കഴിഞ്ഞു. ഇപ്പം മീൻ വണ്ടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ്ട് ബൈക്കിൽ മീൻ മേടിക്കാൻ പോവുക. ഗംഗോളി ആയിരിക്കും മീൻ മേടിക്കാൻ പോകുന്നത്. കൂടുതൽ മൽപ്പെ പിന്നെ ഗംഗോളി, ഈ 2 സ്ഥലത്താണ് ചെറിയ വണ്ടിക്കാർ മേടിക്കാൻ പോകുന്നത്. ചില വണ്ടിക്കാർ ഹെഡ്ലൈറ്റ് ഡിമ്മ് പോലെ തരത്തില്ല. ഇത് ഇയാൾ തന്നെ. ചിലർ എന്താണോ അറിയത്തില്ല, ബസ്സുകാർ കൂടുതൽ ഡിമ്മ് തരാത്തത്. 10-15 ലൈറ്റ് ഇട്ടുകൊണ്ട് വരും, എക്സ്ട്രാ ലൈറ്റ്. ഡിമ്മ് തന്നെയാണ് ഇത്, ഡിമ്മ് തരണല്ല. ബസ്സാണ് അത്, ഇതും ബസ്സാണ്. ഡിമ്മ് തന്നെ അവർക്ക്. ബസ് ഓടിക്കാനായിക്കോട്ടെ, ഏത് വണ്ടി ഓടിക്കാനായിക്കോട്ടെ, ഡിമ്മ് കൊടുത്താണ്. ഞാൻ എക്സ്ട്രാ ലൈറ്റ് എല്ലാം പിടിപ്പിച്ചിട്ട് ഞാൻ ഡിമ്മ് കൊടുക്കുന്നുണ്ട്.
എല്ലാം ഡിമ്മ. എക്സ്ട്രാ ലൈറ്റ് വല്ലതും ആണെങ്കിൽ ഓഫ് ചെയ്യും, കണ്ണി അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവർക്കെല്ലാം ഡിമ്മ് ചെയ്താലും ആകത്തില്ല, എക്സ്ട്രാ ലൈറ്റ് ഓഫ് ചെയ്യാനാകത്തില്ല. അത് ഈ കുഴിയിലെല്ലാം വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ അത്രയെല്ലാം കൺട്രോൾ ചെയ്യാനുണ്ട്. ഇവരുടെ ബസ്സാണ് എല്ലാം വണ്ടി 4 വീലർ അങ്ങനത്തെ എല്ലാം ഓഫ് ചെയ്യാൻ പറ്റില്ല. ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയില്ല. അത്രയ്ക്ക് ആരാണ് ഡ്രൈവിങ് പഠിപ്പിച്ച് കൊടുക്കുന്നത് ഇവർക്കെല്ലാം? ചുമ്മാ അത് ലൈസൻസ് മേടിച്ചുകൊണ്ട് ഓടിക്കാൻ അടിക്കും. വണ്ടി എങ്ങനെ ഓടിക്കണം, എന്താ ചെയ്യണം, ഒരു റൂൾസ് പോലെ ആക്കില്ല. അവർ സേഫായിട്ട് പോയാൽ മതി, ബാക്കിയുള്ളവർ എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ. അതൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. എന്നാൽ പറഞ്ഞിട്ട് അവർക്ക് അറിയില്ല. എൻ്റെ പോലെ തന്നെ രാവിലെ ബൈക്ക് എടുത്തുകൊണ്ട് പോവുക. ബൈക്ക്, കാറ് എല്ലാം എടുത്തുകൊണ്ട് ചിലർ പണിക്ക് പോകാൻ, രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. പിന്നെ റൈഡ് അടിക്കാൻ പോകുന്നവരുണ്ട്. രാവിലെ പെട്ടെന്നേറ്റ് ചില ടൂറിസ്റ്റ് പ്ലേസിലെല്ലാം പോകാനുണ്ട്. ഇവിടെ ഇത് വണ്ടി നിർത്തിയിട്ടുണ്ടല്ലോ, ആർക്കെല്ലാം വന്ന് കാണും. ഇത് കാടാണ് ചെറുത്. ഡ്രൈവർ ചേഞ്ച് ആകാൻ വേണ്ടി പോയതാണ്. ഡബിൾ ഡ്രൈവറാണെന്ന് തോന്നുന്നത്. വണ്ടിക്കകത്ത് ഒരാളുണ്ട്. ഇപ്പം ഞാൻ കരകെട്ടെ പറയുന്ന സ്ഥലത്ത് എത്തി. കരകെട്ടയാണ് ഇവിടുന്ന്. ഇവിടെ ഒരു പള്ളിയുണ്ട്. ഈ ലൈറ്റ് കാണുന്ന നമ്മുടെ പള്ളീൻ്റെ സ്ഥലമാണ്, സെൻറ്റ് ആൻ്റണി ചർച്ച്, കരകെട്ട്. ഇപ്പം ഞാൻ ലെഫ്റ്റിലോട്ട് പോവുക. എടമുഖി പറയുന്ന സ്ഥലത്ത് ഫോറസ്റ്റാണ്, ഒരു 3 കിലോമീറ്റർ. മൊത്തം കാട്ടുപ്രാണികളായിരിക്കും. പുലി, മാൻ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളുണ്ട്. നേരെ പോവുകയാണെങ്കിൽ മാസ്തികെട്ട്, എടൂർ, അങ്ങനെ ശിവമൊഗ്ഗ, സാഗര, തീർത്ഥഹള്ളി അങ്ങനത്തെ റൂട്ടിൽ പോകും. ഇപ്പം ഞാൻ പോകുന്നത് എടമുഖിന്ന് നേരെ പോയിട്ട് 2 കിലോമീറ്റർ മൊസങ്കടി, അങ്ങനെ പോയിട്ട് മാസ്തികെട്ടിലോട്ട് പോകാം. ഇങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ ലെഫ്റ്റിലോട്ട് പോവുകയാണെങ്കിൽ കമ്പ്രശ്ശിൽ പറയുന്ന സ്ഥലത്ത് പോവാം. എവിടെ വേണമെങ്കിൽ പോവാം. അതിനകത്ത് നമുക്ക് ഈ വഴി കൂടെ പോയാൽ 2 സ്ഥലത്ത് പോകാൻ പറ്റും. പിന്നെ ഹള്ളിയോളയും പോകാൻ പറ്റും. ഹള്ളിയോളി പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ ഫോറസ്റ്റ് തുടങ്ങി. ഇവിടുന്ന് മൊത്തം കാട്ടുപ്രാണികളായിരിക്കും. കാട്ടുപോത്ത്, മാന്, പുലി, കാട്ടുപൂച്ച, അങ്ങനത്തെ കാട്ടിലെ എല്ലാ സാധനങ്ങളുണ്ട്. ആന വിട്ട് ബാക്കി എല്ലാ സാധനങ്ങളുണ്ട്. വലിയ പാമ്പുകൾ, പിന്നെ അങ്ങനത്തെ പ്രാണികളെല്ലാം ഉണ്ട് ഇവിടെ. ഓൾമോസ്റ്റ് ഇവിടെ എനിക്ക് പാമ്പ്, കാട്ടുപോത്ത്, കുറുക്കന്, A to Z പ്രാണികൾ ഇവിടെ ഉണ്ട്. നോക്കാം ഇന്ന് എന്തൊക്കെ കിട്ടുമെന്ന്. അദൃഷ്ടം ഉണ്ടെങ്കിൽ കാണിപ്പിക്കാം. രാവിലത്തെ ആദ്യത്തെ ഇതിൽ പന്നിയാണ് കിട്ടിയത്. ബാക്കി എന്തൊക്കെ
ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോവുകയാണെങ്കിൽ ഒരു സിദ്ധാർത്ഥോട്ട് പോകാൻ പറ്റും. ഒരു 3-4 കിലോമീറ്റർ ഉണ്ട്. ഫോറസ്റ്റാണ്. ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോകേണ്ടത്. പ്രാണി വല്ലതും കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് രാവിലത്തെ റൈഡൊന്ന് ഇറങ്ങിയതാണ്. ഒറ്റയ്ക്കത് എന്തൊക്കെ കിട്ടും എന്താകും നോക്കാം. ഇനി ബാക്കിയുള്ള വീഡിയോ നോക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക.